ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ബ്രെഡ് പോക്കറ്റ്സ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രെഡാണുള്ളത് അത് യൂസ് ചെയ്യുക. ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പോക്കറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 2 സവാള, ഒരു പച്ചമുളക്, ഒരു 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയാണ്. അതൊരു 4 പീസാക്കി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര ബ്രെഡാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മുട്ട തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാനും അതിനകത്തേക്കിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവണവരെ വഴറ്റുക. അപ്പോൾ ഇവിടെ നന്നായി ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതൊന്ന് നന്നായി മുരിഞ്ഞ് വരണം. അപ്പോൾ ഇവിടെ നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം, ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് പീസ് ഒരെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ 4 സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഈ കട്ട് ചെയ്ത് മാറ്റേണ്ടത് നിങ്ങൾ ഇത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം ചെയ്യാം. അപ്പോൾ ഞാനിതേപോലെ ബ്രെഡിൻ്റെ 4 വശവും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇനി എല്ലാ സ്ലൈസും ഞാനിതേപോലെ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബ്രെഡിൻ്റെ പീസ് ഇതേപോലെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. കാരണം ഈ ബ്രെഡ് ഹാർഡാണല്ലോ, അപ്പോൾ അതൊന്ന് സോഫ്റ്റായി കിട്ടിയാലേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ സ്ലൈസസും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ്സ് വെച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ ദാ ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു മുട്ടയുടെ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ. അതിന് ശേഷം നമുക്ക് അതിൻ്റെ തുറന്നിരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് നമുക്കൊന്ന് അടച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടാണ് ഞാനിപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൈദയുടെ പേസ്റ്റ് വെച്ചിട്ടും ഒട്ടിച്ചു കൊടുക്കുക. മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ആ എഡ്ജസൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം. പക്ഷെ ഞാനിവിടെ വെള്ളം വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോൾ എനിക്ക് നന്നായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ സ്ലൈസസും വെള്ളം വെച്ചിട്ട് തന്നെയാണ് ഇതേപോലെ അടച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ എല്ലാ സൈഡും ഞാൻ ഇതേപോലെ അടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ 4 ഇതേപോലെ തയ്യാറാക്കി എടുക്കാൻ പോവാണ്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഇവിടെ 4 പോക്കറ്റ്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഒന്ന് മുങ്ങി പൊരിഞ്ഞ് കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓയിൽ ചൂടായപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഓരോ പോക്കറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അധികം നേരിട്ട് മൊരിച്ചെടുക്കേണ്ട കാര്യമില്ല, ആ ബ്രെഡ് ഒന്ന് മൊരിഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സൊക്കെ നമ്മൾ നേരത്തെ വേവിച്ചതാണല്ലോ. അപ്പോൾ അതാ ഇവിടെ എല്ലാം ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്